അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടാസ്ക് 3 ഖബ്ലൽ ഇൻതിഹാർ, ആത്മഹത്യക്ക് മുമ്പ്. മിൻ കിതാബിൽ അവാസിഫ് ലി ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, ജുബ്രാൻ്റെ അൽ അവാസിഫ് എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ളത്. ഫി ഹാദിഹിൽ ഗുർഫത്തിൽ മുൻഫരിദത്തിൽ ഹാദിഅ, ഈ ശാന്തമായ ഏകാന്തമായ റൂമിൽ. ഖദ് ജലസത്ത്, ഇരുന്നു, ബിൽ അംസി ഇന്നലെ, അൽ മർഅത്തു ഒരു സ്ത്രീ, അല്ലത്തി അഹബ്ബഹ ഖൽബി എൻ്റെ ഹൃദയം പ്രണയിച്ച ഒരു പെണ്ണ് ഈ റൂമിൽ, ഏകാന്തമായ റൂമിലിരുന്നു. ഇലഹാദിഹിൽ മസാനദിൽ വർദിയ നഇമ, മാർദ്ദവമായ സോഫ്റ്റായ ഈ തലയണകളിലേക്ക് ചാരിക്കൊണ്ട് അതിലേക്ക് ഖദ് അൽഖത് റഅ്സഹൽ ജമീൽ, അവളുടെ സുന്ദരമായ തല അവൾ ചേർത്ത് വച്ചിട്ടുണ്ട്. അമിൻ ഹാദിഹിൽ കഇസിൽ ബൽവറിയ, ഈ സ്ഫടികം പോലെയുള്ള കോപ്പകളിൽ നിന്ന്, കപ്പിൽ നിന്ന്, ഖദ് ശരിബത് ജുർഅതൻ മിനൽ ഖംറി, ഒരിറക്ക് കള്ള് അവൾ മദ്യം അവൾ കുടിച്ചിട്ടുണ്ട്. മംസൂജതൻ ബി ഖത്രത്തിൻ മിനൽ ഇതർ, സുഗന്ധം കലർന്നിട്ടുള്ള ആ ഒരു കള്ളിൽ നിന്ന്. കുല്ലുദാലി ഖദ് കാന ബില്ലംസി, ഇതൊക്കെ ഇന്നലെയായിരുന്നു. വല്ലംസി ഹുൽമുൻ ലാ യഊദ്, ഇന്നലെ എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു കിട്ടാത്ത സ്വപ്നമാണ്. അമ്മല്യോം, എന്നാൽ ഇന്ന്, ഫഖദ് ദഹബത്തിൽ മർഅത്തു, ആ പെണ്ണ് പോയിരിക്കുന്നു, അല്ലത്തി അഹബ്ബഹ ഖൽബി എൻ്റെ ഹൃദയം പ്രണയിച്ച, ഇലാ അർദിൻ ബഈദ, അങ്ങ് വിദൂര ദിക്കിലേക്ക്, ഖാലിയ ആരുമില്ലാത്ത, മുഖ്ഫിറ വിജനമായ, ബാരിദ തണുത്ത, തുദ്അ ബിലാദുൽ ഖുലൂബി വൽ നിസ്യാൻ, അത് മറവിയുടെ ലോകമെന്നറിയപ്പെടുന്ന ലോകത്തേക്ക്. ഇന്ന ആസാറ അസാബിഇൽ മർഅത്തി അല്ലത്തി അഹബ്ബഹ ഖൽബി ലം തസൽ ലാഹിറതൻ ഫീ ബില്ലൂരി മിർആതി, ആ സ്ത്രീയുടെ വിരലുകളുടെ പാടുകൾ, വിരലടയാളങ്ങൾ, ഏത് സ്ത്രീ? അല്ലത്തി അഹബ്ബഹ ഖൽബി എൻ്റെ ഹൃദയം പ്രണയിച്ച സ്ത്രീ. ലം തസൽ ലാഹിറതൻ അലാ ബില്ലൂരി മിർആതി, എൻ്റെ സ്ഫടികം പോലെയുള്ള കണ്ണാടിയിൽ ഇപ്പോഴും പ്രകടമായി കാണാം. വ ഇത്ര അൻഫാസിഹ, അവളുടെ നിശ്വാസത്തിൻ്റെ സുഗന്ധം. മാബരിഹ മുതലവ്വഇൻ ബൈന തൊയ്യാത്തി അസ്വാബി, എൻ്റെ വസ്ത്രങ്ങളുടെ മടക്കുകളിൽ ഇപ്പോഴും അത് ആ സുഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വസദാ സൗതിഹ, അവളുടെ ശബ്ദത്തിൻ്റെ മുഴക്കം. ലം യൽമഹില്ല ബഅദു മിൻ സവായ മൻസിലി, എൻ്റെ വീടിൻ്റെ കോർണറുകളിൽ ഇപ്പോഴും അത് മങ്ങിപ്പോയിട്ടില്ല. വലാകിൻ അൽ മർഅ നഫ്സഹ, പക്ഷേ ആ സ്ത്രീ, അവൾ, അൽ മർഅ അല്ലത്തി അഹബ്ബഹ ഖൽബി, ഞാൻ പ്രണയിച്ച, എൻ്റെ ഹൃദയം സ്നേഹിച്ചവൾ, ഖദ് റഹലത് ഇലാ മക്കാനിൻ ഖസിയ്യിൻ, അങ്ങ് വിദൂര സ്ഥലത്തേക്ക് യാത്ര പോയിരിക്കുന്നു. യുദ്അ വാദിൽ ഹജ്രി വൽ സുൽവാൻ, അത് അറിയപ്പെടുന്ന നാടാണ്, എന്നാണ് വാദി അൽ ഹജർ, അവഗണനയുടെ, വസ്സുൽവാൻ ഒഴിവാക്കലിൻ്റെ താഴ്വര എന്ന് വിളിക്കുന്ന. അമ്മ ആസാറു അസാബിഇഹ വഇത്റു ലിഹാസിഹ, അങ്ങനെയൊക്കെയാണെങ്കിലും അവളുടെ വിരലുകളുടെ പാടുകൾ. വഇത്റു ലിഹാസിഹ, അവളുടെ നിശ്വാസത്തിൻ്റെ സുഗന്ധം. വഅശ്ബാഹു റൂഹിഹ, അവളുടെ ആത്മാവിൻ്റെ രൂപം. ഫസതബ്ഖാ ഫി ഹാദിഹിൽ ഗുർഫ, ഈ റൂമിൽ തന്നെ അവശേഷിക്കുന്നു. ഹത്താ സബാഹൽ ഗദി, നാളെയുടെ പ്രഭാതം വരേക്കും. വഇൻദ ദാലിക അഫ്തഹു നവാഫിദ മൻസിലി, ആ സമയം ഞാൻ എൻ്റെ ജനലുകൾ തുറക്കും, വീടിൻ്റെ ജനൽ തുറക്കും. ലിതദ്ഖുല അംവാജുൽ ഹവാഇ, കാറ്റിൻ്റെ പ്രവാഹം ഉള്ളിലേക്ക് വരാൻ. വതജ്രിഫു ബിതയ്യാരിഹ കുല്ലമാ തരകതുഹു ലിതിൽക സാഹിറത്തുൽ ഹസന, വശ്യമായ സൗന്ദര്യമായി അവൾ അവശേഷിപ്പിച്ചതിനെല്ലാത്തിനെയും ആ പ്രവാഹം അത് തുടച്ചു നീക്കാൻ വേണ്ടി ഞാൻ ജനലുകൾ തുറക്കും, അതുവരേക്കും. ഇന്ന റസ്മൽ മർഅത്തില്ലത്തി അഹബ്ബഹ ഖൽബി, എൻ്റെ ഹൃദയം സ്നേഹിച്ച ആ പെണ്ണിൻ്റെ രൂപം. ഫലം യസൽ മുഅല്ലഖൻ ബിജാനിബി മദ്ജഇ, എൻ്റെ കിടക്കുന്ന ഇടത്തിൻ്റെ ഭാഗത്തു തന്നെ, ഞാൻ കിടക്കുന്നിടത്ത് തന്നെ അവ തൂക്കിയിട്ടിട്ടുണ്ട്. വറസായിലുൽ ഹുബ്ബില്ലത്തി ബുഇസത് ഇലയ്യ, അവൾ എനിക്കയച്ച പ്രണയലേഖനങ്ങൾ. മബരിഹത്ത് ഫിൽ ഉൽബത്തിൽ ഫില്ലിയ അൽ മുറസ്സഅ ബിൽ അഖീഖത്തി വൽ അഖീഖി വൽ മർജാൻ, മുത്തും പവിഴങ്ങൾ കൊണ്ടും അലങ്കരിച്ച വെള്ളി കൊണ്ടുള്ള ആ പെട്ടിയിൽ അവിടെ തന്നെ അവശേഷിക്കുന്നുണ്ട്. വദുആബത്തു ശിഅരി ദഹബിയ്യല്ലത്തി ഹബ്ബത്നി ബിഹാ തിദ്കാറൻ, അവളുടെ സ്വർണ്ണമുടിയുടെ ആ ഒരു കെട്ട്. അല്ലത്തി ഹബ്ബത്നി, എന്നെ സ്നേഹിച്ച, ബിഹി, അത് തിദ്കാറൻ, ഓർമ്മയായി കൊണ്ട് നിൽക്കുന്നുണ്ട്. ലം തഖ്റുജു ഖത്തു മിനൽ ഗിലാഫിൽ ഹരീരിൽ മുബ്തിൻ ബിൽ മിസ്കി വൽ ബുഖൂർ, സുഗന്ധങ്ങൾ നിറച്ച പട്ടിൻ്റെ കെട്ടുകൾക്കുള്ളിൽ നിന്ന് അതൊരിക്കലും പുറത്തു വന്നിട്ടില്ല, പുറത്തെടുത്തിട്ടില്ല. ജമീഉ ഹാദിഹിൽ അഷിയാ, ഈ കാര്യങ്ങളെല്ലാം തന്നെ സതബ്ഖാ ഫി അമാകിനിഹ ഹത്ത സ്വബാഹ്, നാളെ പ്രഭാതം വരെ അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഉണ്ടാകും. വഇൻദ മജീഇ സ്വബാഹ്, പ്രഭാതം വരുമ്പോഴോ, അഫ്തഹു നവാഫിദ മൻസിലി, എൻ്റെ വീടിൻ്റെ ജനലുകൾ ഞാൻ തുറക്കും. ലിയദ്ഖുലൽ ഹവാ, പുതിയ കാറ്റ് പ്രവേശിക്കാൻ. വയഹ്മിലുഹ, അത് വഹിച്ചു കൊണ്ടുപോകും. ഇലാ ദുൽമത്തിൽ അദമി, ഇല്ലായ്മയുടെ അന്ധകാരത്തിലേക്ക്.
ഇലാ ഹൈസു തഖ്തുനു സക്കീന അൽ ഖർസാ, ആ സാധുവായ മൂകയായ അവൾ കഴിച്ചുകൂട്ടുന്നിടത്തേക്ക്. ഇന്നൽ മർഅത്തല്ലത്തി അഹബ്ബഹ ഖൽബി ശബീഹത്തുൻ ബിന്നിസാഇൽ ലവാത്തി അഹബ്ബതുഹുന്ന ഖുലൂബുക്കും അയ്യുഹൽ ഫിതിയാൻ. ഞാൻ പ്രണയിച്ച ആ പെണ്ണ് അവളുണ്ടല്ലോ, അവൾ നിങ്ങളും ചെറുപ്പക്കാരെ നിങ്ങളും സ്നേഹിച്ച പെണ്ണുപോലെ തന്നെയായിരുന്നു. ഹിയ മഖ്ലൂഖ അജീബ, അവൾ അല്ലാത്തൊരു അത്ഭുതകരമായ സൃഷ്ടിപ്പാണ് അവൾക്ക്. സനഅത്തുഹൽ ആലിഹത്തു മിൻ വദാഅത്തിൽ ഹമാമ, അവളെ ദൈവങ്ങൾ അവളെ പടച്ചിട്ടുള്ളത് പ്രാവുകളുടെ മാർദ്ദവത്തിൽ നിന്നാണ്. വതഖല്ലുബാത്തിൽ ലഫഇ, പാമ്പുകളുടെ ഇഴയലുകളിൽ നിന്നാണ്. വതീഹി ത്വാവൂസി, മയിലുകളുടെ നാട്യത്തിൽ നിന്നാണ്. വശറാസത്തു ദിഅ്ബി, ചെന്നായയുടെ ഷറാസത്തിൽ നിന്ന്, വന്യതയിൽ നിന്നാണ്. വജമാലുൽ വർദത്തിൽ ബൈളാഇ, വെളുത്ത റോസ് പുഷ്പത്തിൻ്റെ പനനീർപ്പൂവിൻ്റെ ഭംഗിയിൽ നിന്നാണ്. വഹൗലുൽ ലൈലത്തി സൗദാഇ, കറുത്ത രാത്രിയുടെ ഭീതിയിൽ നിന്നാണ്. മാ ഖബലത്തിൻ മിനർ റമാദി, ഒരു പിടി ചാരത്തിൽ നിന്നാണ്. വഗറഫത്തിൻ മിൻ സബദിൽ ബഹരി, സമുദ്രത്തിലെ തിരകൾ അടിച്ചു വരുമ്പോഴുണ്ടാകുന്ന പതയിൽ നിന്നാണ്. ഇങ്ങനെ എല്ലാത്തിൽ നിന്നും രൂപപ്പെടുത്തിയെടുത്ത ഒരു അത്ഭുതകരമായ സൃഷ്ടിപ്പായിരുന്നു അവളുടേത്. വഖദ് അറഫ്തുൽ മർഅ, ഞാൻ ആ പെണ്ണിനെ മനസ്സിലാക്കി. അല്ലത്തി അഹബ്ബഹ ഖൽബി അയ്യാമത്ത് തുഫൂല, ഞാൻ പ്രണയിച്ച ആ പെണ്ണ് അവളെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ. ഫകുൻതു അർക്കുദു വറാഅഹ ഫിൽ ഹുഖൂലി, വയലുകളിലൂടെ അവൾക്ക് പിറകെ ഞാൻ ഓടിയിട്ടുണ്ട്. വഅതമസ്സകു ബി അദിയാലിഹ ഫിഷ് ശവാരിഇ, റോഡുകളിൽ നിന്ന് വഴിയോരങ്ങളിൽ നിന്ന് അവളുടെ വസ്ത്രത്തുമ്പിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്. വഅറഫ്തുഹ അയ്യാമസ്സബ, ചെറുപ്പകാലം തന്നെ അവളെ ഞാൻ അറിഞ്ഞു. ഫകുൻതു അറാ ഖയാല വജ്ഹിഹ ഫി വുജൂഹിൽ കുതുബി വൽ അസ്ഫാർ, അവളെ ഞാൻ കണ്ടു. അറാ ഖയാല വജ്ഹിഹ, അവളുടെ മുഖത്തിൻ്റെ ഭാവനയെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ? ഫി വുജൂഹിൽ കുതുബി വൽ അസ്ഫാർ, ഏടുകളിലും പുസ്തകങ്ങളുടെയും പ്രതലത്തിൽ. ഉഷാഹിദ് ഖുതൂത ഖാമത്തിഹ, അവളുടെ ശരീരത്തിൻ്റെ ഓരോ രൂപവും ഞാൻ മനസ്സിലാക്കി. ബൈന ഖുയൂമിൽ മസാഇ, വൈകുന്നേരത്ത് ഉണ്ടാകുന്ന മേഘങ്ങളിൽ. വഅസ്മഉ നഗ്മത സൗതിഹ, അവളുടെ ശബ്ദമാധുര്യം ഞാൻ കേട്ടു. മുതസാഇദത്തൻ മഅ ഖരീരി സവാഖി, ആ ശബ്ദം ഉയർന്നു വരുന്നതായിട്ട് മദ്യം ഒഴിച്ചു കൊടുക്കുന്നവൻ്റെ പട്ടിലോടൊപ്പം ഉണ്ടാകുന്ന ശബ്ദം പോലെ. വഅറഫ്തുഹ അയ്യാമർ റുജൂല, അവളുടെ ശിഷ്യത്വമെന്ന ആ ഒരു അവസ്ഥ, അവളുടെ യുവത്വത്തെ ഞാൻ മനസ്സിലാക്കി. ഫകുൻതു ഉജാലിസുഹ, അവളെ കൂടെ ഇരുന്ന സമയം. മുഹദ്ദിസൻ, സംസാരിക്കുന്നവനായി. വഅസ്അലുഹ മുസ്തഫ്തിയൻ, പലപ്പോഴും പലതും ചോദിച്ചറിയുന്നവനായി. അങ്ങനെ അവൾ ഓരത്തിരുന്ന സമയത്ത്. വഖ്തറ മിൻഹാ ഷാക്കിയൻ മാ ഫീ ഖൽബി മിനൽ ഔജാഇ, അതോടൊപ്പം അവൾ അടുത്തേക്ക് ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൻ്റെ വേദനകൾ, ആ വേദനകളെക്കുറിച്ച് ആവലാതി പറയാൻ. ബാസിതൻ മാ ഫീ റൂഹി മിനൽ അസ്റാർ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ, ആത്മാവിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ അവൾക്ക് മുമ്പിൽ വിശദീകരിക്കാൻ. കാനദാലിക കാനബിൽ അംസി, കുല്ലുദാലി കാനബിൽ അംസി, ഒക്കെ ഇന്നലെയായിരുന്നു. വൽ അംസി ഹുൽമുൻ ലാ യഊദ്, ഇന്നലെ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തിരിച്ചു കിട്ടാത്ത സ്വപ്നങ്ങൾ മാത്രമാണ്. അമ്മൽ യൗം, എന്നാൽ ഇന്ന്. ഫഖദ് ദഹബത്തിൽ തിൽക്കൽ മർഅതു, അവൾ പോയിരിക്കുന്നു. ഇലാ അർദിൻ ബഈദത്തിൻ ഖാലിയത്തിൻ മുഖ്ഫറത്തിൻ ബാരിദ, തണുത്ത വിജനമായ ഒഴിഞ്ഞ ആ ഒരു നാട്ടിലേക്ക്. തുദുഅ ബിലാദുൽ ഖുലൂബി വൻ നിസിയാൻ, വിസ്മരിക്കപ്പെടുന്ന നാടെന്ന് വിളിക്കപ്പെടുന്ന നാട്ടിലേക്ക്. ഇസ്മുൽ മർഅ അമ്മ ഇസ്മുൽ മർഅ അല്ലത്തി അഹബ്ബഹ ഖൽബി ഫഹുവൽ ഹയാത്ത്, എന്നാൽ ആ സ്ത്രീയുടെ പേര് അല്ലത്തി അഹബ്ബഹ ഖൽബി, എൻ്റെ ജീവിതം പ്രണയിച്ച, എൻ്റെ മനസ്സു പ്രണയിച്ച ആ സ്ത്രീയുടെ, അവളുടെ പേരെന്താണ്? ഫഹുവൽ ഹയാത്ത്, അത് ജീവിതമാണ്. ഫൽ ഹയാത്തു ഇംറഅത്തുൻ ഹസന, ജീവിതമെന്ന് പറഞ്ഞാൽ അത് സുന്ദരിയായ ഒരു പെണ്ണാണ്. തസ്തഹവി ഖുലൂബുന, നമ്മുടെ ഹൃദയങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന. വതസ്തഹവി അർവാഹുന, നമ്മുടെ മനസ്സ് കൊതിക്കുന്ന. വതഗ്മിറു വിജ്ദാനുന ബിൽ വുഊദ്, കണ്ടുമുട്ടാമെന്ന് കരാറ് കൊടുക്കാൻ മാത്രം ആ മനസ്സുകൾ ആഗ്രഹിക്കുന്ന. ഫഇൻ അംതലത് അമാതത് ഫീന അസ്സബ്ർ, നമ്മൾ ക്ഷമകൾ നശിച്ചു പോയാലും. വഇൻ അബറത് ഐഖലത് ഫീനൽ മലൽ, മടുപ്പുകൾ നമ്മിൽ ഉണ്ടായാലും, അല്ലേ, ജീവിതത്തോട് നമുക്ക് ക്ഷമ നഷ്ടപ്പെട്ടാലും, ജീവിതത്തെ മടുത്തു എന്ന് തോന്നിയാൽ പോലും, അത് നമ്മുടെ പ്രതീക്ഷകൾ നൽകുന്ന, ആഗ്രഹിക്കുന്ന സുന്ദരിയായ പെണ്ണ് പോലെയാണ്. അൽ ഹയാത്തു ഇംറഅത്തുൻ, അവൾ പെണ്ണാണ്. തസ്തഹിമ്മു ബിദുമൂഇ ഉശ്ശാഖിഹ, അവളെ പ്രണയിക്കുന്നവരുടെ കണ്ണുനീര് കൊണ്ടാണ് അവൾ കുളിക്കുന്നത്. വതതഅത്തറു ബിദിമാഇ ഖത്ലാഹ, അവളെ വധിക്കുന്നവരുടെ രക്തം കൊണ്ടാണ് അവൾ സുഗന്ധം പൂശുന്നത്. അൽ ഹയാത്തു ഇംറഅത്തുൻ തർതദി ബിൽ അയ്യാമിൽ ബൈളാഇൽ മുബ്തിന ബിൽ ലയാലി സൗദാ,
വെളുത്ത ദിവസങ്ങളെക്കൊണ്ട്, പ്രകാശപൂരിതമായ ദിനങ്ങളെക്കൊണ്ട് അവൾ വസ്ത്രം ധരിക്കുന്നു. അവളുടെ ഉൾഭാഗമാകട്ടെ കറുത്ത ഇരുട്ടുകളാണ്. അൽ ഹയാത്തു ജീവിതം റഅത്തുൻ ഒരു സ്ത്രീയാണ്. തറദ്ദാബിൽ ഖൽബിൽ ബശരി അവൾ മനുഷ്യ മനസ്സുകൊണ്ട് അവൾ ഇഷ്ടപ്പെടുന്നു. ഖലീലൻ ഒരു കൂട്ടുകാരനെ, വതഇബാഹു ഹലീലൻ ആ കൂട്ടുകാരൻ ആ മനസ്സിനെ പലപ്പോഴും വെറുക്കുമ്പോഴും അൽ ഹയാത്തു ഇംറഅത്തുൻ ആഹിറ വലാകിന്നഹ ജമീല അതേ ജീവിതം അവൾ ചില സമയം അവൾ വേശ്യയായ പെണ്ണുപോലെയാണ്, എങ്കിലും അവൾ ഭംഗിയുള്ളവളാണ്. വമയ്യറ ഉഹറഹ ആരവളുടെ ആ ഒരു തെമ്മാടിത്തരം കാണുന്നുവോ യക്റഹു ജമാലഹ അപ്പോൾ അവളുടെ ഭംഗിയെ വെറുത്തു പോകുന്നു. ഓക്കെ, ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, മാതാ തഅരിഫു അൻ ശഖ്സിയത്തി ഖലീൽ ജുബ്രാനെ പറ്റി നിനക്ക് എന്തൊക്കെ അറിയാം? ഇല അയ്യി ഷൈഇൻ യർമുസുൽ കാത്തിബിൽ മർഅത്തുൽ ഹസന ഇവിടെ സുന്ദരിയായ പെണ്ണിനെ എഴുത്തുകാരൻ എന്തിനോടാണ് സിമ്പിളായിട്ട് സിംബോളിക്കായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? കൈഫ യുദ്ഹിറുൽ കാത്തിബ് തഅ്സീറ റഹീലിൽ മർഅത്തി അലൽ ബി അൽ മുഹീത ബിഹി തൻ്റെ പരിസരത്തിൽ നിന്ന് ആ പെണ്ണ് എങ്ങനെ യാത്ര പോയി എന്നുള്ളതിനെ പറ്റിയാണ്, ഏത് രൂപത്തിൽ പോകുന്നതിനെ പറ്റിയാണ് എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പ്രകടമാക്കാൻ ശ്രമിക്കുന്നത്. മാഹിയൽ മഷായിറുലത്തി യസുഫ് അൽ കാത്തിബ് ഫി ബിദായത്തിൽ മഖാല ആ മഖാലയുടെ ആരംഭഘട്ടത്തിൽ എഴുത്തുകാരൻ എന്തിനെയാണ്, ഏതൊക്കെ ഫീലിങ്സിനെയാണ് അദ്ദേഹം വർണ്ണിക്കുന്നത്? മാഹിയ മറാഹിലുൽ ഹയാത്തുല്ലത്തി യഷ്ബഹു അൽ കാത്തിബിൽ മർഅ ഈ പെണ്ണുമായിട്ട് എഴുത്തുകാരൻ ജീവിതത്തെ സാദൃശ്യപ്പെടുത്തി പറയുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഏതൊക്കെ ഘട്ടങ്ങളെയാണ് അദ്ദേഹം അവിടെ സാദൃശ്യപ്പെടുത്തി പറയുന്നത്? മാഹുൽ മൗദൂഉർ റഈസി ലിൽ മഖാല ഈ മഖാലയുടെ കേന്ദ്ര സബ്ജക്റ്റ് എന്താണ്? മാഹിയർ റിസാല അല്ലത്തി യുരീദുൽ കാത്തിബു ഇസാലഹ ഇലൽ ഖുറാ വായനക്കാരിലേക്ക് എത്തിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ് എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന? ഉക്തുബൻ മഖാലാത്തിൻ ഖറഅത്തഹാ ലിജുബ്രാൻ ഖലീൽ ജുബ്രാൻ തതനാവൽ മൗദൂ അൽ ഹുബ്ബി വൽ ഫുഖ്ദാൻ പ്രണയം, നഷ്ടബോധം എന്നീ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ജുബ്രാൻ കൈകാര്യം ചെയ്യുന്ന മഖാലകൾ, ഏതൊക്കെ മഖാലകൾ നീ വായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എഴുതുക. ഇതോടുകൂടി ടാസ്ക് 3 ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.